ഇന്ന് പുലർച്ചെ മദനശ്ശേരി അന്തരിച്ച നസീറിന്റെ മൃതദേഹം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പരേതനോടുള്ള ആദരസൂചകമായി നഗരത്തിൽ പലയിടങ്ങളിലും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. പ്രേംനസീറിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് നിയമസഭാ സമ്മേളനം അരമണിക്കൂർ നിർത്തിവച്ചു. നസീറിന്റെ ഭൌതിക ശരീരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വിമാനത്താവളത്തിൽ മന്ത്രിമാരും എംഎൽഎമാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ചലച്ചിത്ര ലോകത്തിലെ നസീറിന്റെ സഹപ്രവർത്തകരും ആരാധകരും അടക്കം നിരവധി പേർ സന്നിഹിതരായിരുന്നു. സ്പീക്കർ ശ്രീ വർക്കല രാധാകൃഷ്ണൻ, മന്ത്രിമാരായ ശ്രീ ടി കെ രാമകൃഷ്ണൻ, ശ്രീ നീലലോഹിതദാസ്, കെപിസിസിഐ പ്രസിഡന്റ് ശ്രീ എ കെ ആന്റണി, കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങി പല നേതാക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തെക്കുറിശി സുകുമാരൻ നായർ, മമ്മൂട്ടി, മോഹൻലാൽ, ബാലചന്ദ്രമേനോൻ, നവോദയ അപ്പച്ചൻ, തലേക്കുന്നിൽ ബഷീർ എംപി എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം വിജെടി ഹാളിൽ കൊണ്ടുവന്നപ്പോഴേക്കും ജനാവലി സർവ്വനിയന്ത്രണവും വിട്ട് അന്തരിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ ഒരു നോക്ക് കാണാൻ വെമ്പൽ കൊണ്ടു. മന്ത്രിമാരും മറ്റ് പ്രമുഖ വ്യക്തികളും ഉൾപ്പെടെ നിരവധി പേർ മൃതദേഹത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. വൈകിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വാഹനത്തിൽ മൃതദേഹം നസീറിന്റെ സ്വദേശമായ ചിറയൻകീഴിലേക്ക് കൊണ്ടുപോയി. ചിറയൻകീഴിൽ ശോകമുഖമായ അന്തരീക്ഷത്തിൽ അഭിനയ ചക്രവർത്തിക്ക് നാട്ടുകാർ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിച്ചു. പ്രേംനസീറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. ചലച്ചിത്ര രംഗത്തെ ദീർഘനാളത്തെ സേവനത്തിനിടയിൽ മനുഷ്യമനസ്സിനെ അതിയായി സ്വാധീനിച്ച നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വ്യക്തിത്വമായിരുന്നു പ്രേംനസീറിന്റേതെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സിനിമയ്ക്ക് കനത്ത നഷ്ടമാണ് പ്രേംനസീറിന്റെ നിര്യാണം മൂലം സംഭവിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ശ്രീ എച്ച് കെ എൽ ഭഗത് പറഞ്ഞു. പ്രേംനസീറിന്റെ ആകസ്മിക അന്ത്യത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി ശ്രീ എസ് കൃഷ്ണകുമാർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മലയാള സിനിമകൾ അന്തർദേശീയ തലത്തിൽ അംഗീകാരം നേടാൻ നസീർ ചെയ്ത സേവനങ്ങൾ എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള സിനിമയുടെ മുടിചൂടാമന്നനായിരുന്നു പ്രേംനസീറെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ എം എം ജേക്കബ് പറഞ്ഞു. കലാലോകത്തിന് അപരിഹാര്യമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഗവർണർ ശ്രീമതി രാംദുലാരി സിൻഹ പറഞ്ഞു. മുഖ്യമന്ത്രി ശ്രീ എ കെ നായനാർ, സ്പീക്കർ ശ്രീ വർക്കല രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ കരുണാകരൻ, സംസ്ഥാന മന്ത്രിമാർ, സിപിഐ നേതാവ് ശ്രീ പി കെ വാസുദേവൻ നായർ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ശ്രീ കെ എം മാണി, തിരുവനന്തപുരം ഡിസിസിഐ പ്രസിഡന്റ് ശ്രീ എം എം ഹസൻ, ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി, കേരള ചലച്ചിത്ര വാണിജ്യ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി വി ഗംഗാധരൻ, കെപിസിസിഐ സാംസ്കാരിക വിഭാഗം കൺവീനർ ശ്രീ എൻ മോഹൻകുമാർ, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ സി പി ശ്രീധരൻ, ഓൾ കേരള പ്രേംനസീർ ഫിലിം അസിഡ്യൂസ് അസോസിയേഷൻ, പ്രേംനസീർ ഫാൻസ് അസോസിയേഷൻ, സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സരസ്, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ്, കെൽട്രോൺ തുടങ്ങി നിരവധി നേതാക്കളും സംഘടനകളും സ്ഥാപനങ്ങളും പ്രേംനസീറിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. പ്രേംനസീറിന്റെ നിര്യാണത്തിൽ കെപിസിസിഐ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടിക്ക് അർപ്പണബോധമുള്ള ഒരു നേതാവും കലാലോകത്തിന് അച്ചടക്കമുള്ള ഒരു കലാസ്നേഹിയുമാണ് നഷ്ടപ്പെട്ടതെന്ന് ശ്രീ എ കെ ആന്റണി പറഞ്ഞു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ മേഖലാ ഉപദേശക സമിതിയും തിരുവനന്തപുരം ഓഫീസ് ജീവനക്കാരും അനുശോചനം രേഖപ്പെടുത്തി. ഹിന്ദി ചലച്ചിത്ര നടന്മാരായ ദേവാനന്ദ്, ശശി കപൂർ എന്നിവരും ദുഃഖം പ്രകടിപ്പിച്ചു. ചലച്ചിത്ര വ്യവസായം ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. തിയേറ്ററുകളിൽ പ്രദർശനം ഉണ്ടായിരിക്കില്ലെന്ന് ചലച്ചിത്ര വാണിജ്യ മണ്ഡലം അറിയിച്ചു.
ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടനെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനമലങ്കരിച്ചു. ഒരു പുരുഷായുസ്സിനുള്ളിൽ ഒരു സാധാരണ മനുഷ്യന് നേടാൻ കഴിയാത്തതെല്ലാം നേടിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രേമസരളനായ കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് പ്രേം നസീറിന് മിക്കപ്പോഴും അവസരം ലഭിച്ചിട്ടുള്ളത്. വൈവിധ്യവും സങ്കീർണവുമായ ഭാവപ്രകടനത്തിന് അവസരം നൽകുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാൻ ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം തന്റെ മികവ് കാട്ടിയിട്ടുണ്ട്. 37 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിനിടയിൽ 74 പരം നായികമാരുമായി അഭിനയിച്ച മറ്റൊരു നടനും മലയാളത്തിലെന്നല്ല ലോക സിനിമയിൽ ഇല്ല. ചെറിയൻകീഴ് താലൂക്കിൽ ശാർക്കരയുള്ള ആർക്കോട്ട് വീട്ടിൽ അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ ജനിച്ചു. ഷാഹുൽ ഹമീദാണ് പിതാവ്. ബാല്യത്തിൽ തന്നെ ഖാദറിൽ ഒളിഞ്ഞുകിടന്നിരുന്ന കലാപാഠവം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രശംസയ്ക്ക് പാത്രമായി. ചങ്ങനാശ്ശേരി സെന്റ് ബർഗ്മാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രാസംഗികൻ, നടൻ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായി. കോളേജ് ജീവിതത്തിന് ശേഷം ഒരിക്കൽ തിരുക്കൊച്ചി ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അഭിനയ മത്സരത്തിൽ പ്രഥമ സ്ഥാനം നേടിയതോടെ അദ്ദേഹം സഹൃദയരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. താമസിയാതെ കെ ബാലകൃഷ്ണന്റെ ത്യാഗസീമയിൽ അഭിനയിക്കാൻ കരാർ ചെയ്യപ്പെട്ടെങ്കിലും മരുമകളിലാണ് ആദ്യമായി അഭിനയിച്ചത്. ആദ്യം റിലീസ് ചെയ്ത ചിത്രം ബിഷപ്പിന്റെ വിളിയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ലാൽ അമേരിക്കയിലും. മലയാള സിനിമയിൽ നിരവധി അനശ്വര കഥാപാത്രങ്ങൾക്ക് പ്രേം നസീർ ജന്മം നൽകി. ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ, അഗ്നിപുത്രിയിലെ രാജേന്ദ്രൻ, നഗരമേ നന്ദിയിലെ മാധവൻകുട്ടി, കാവ്യമേളയിലെ ജയദേവൻ, നെല്ലിലെ രാഘവൻ നായർ, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി, ഇങ്ങനെ എത്രയോ അധികം കഥാപാത്രങ്ങളെ മലയാള മനസ്സിൽ അദ്ദേഹം കുടിയിരുത്തി. 4 മക്കളുള്ള പ്രേം നസീറിന്റെ സഹോദരനായ പ്രേം നവാസും പുത്രനായ ഷാനവാസും മലയാളത്തിലെ പ്രമുഖ നടന്മാരാണ്. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി മലയാള ചലച്ചിത്രവേദിയുടെ മുടിചൂടാമന്നായി നിലകൊണ്ട അദ്ദേഹത്തെ തേടിയെത്തിയ ബഹുമതികൾ നിരവധിയാണ്. പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ സമുചിതമായി ആദരിച്ചു. താശമാന്റെ നിധി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനൊരു വലിയ വീടുണ്ടാക്കും, കുന്നിന്റെ ഒത്ത മുകളില്. അവിടെ ഒന്ന് നോക്കിയാ ലോകം മുഴുവൻ കാണണം. എന്നിട്ടെന്താ, ഞാനവിടെ അങ്ങനെ സുഖമായിട്ട് താമസിക്കും. അമ്മക്കുട്ടിയും താമസിക്കൂ. പുഴക്കടലിൽ നിന്ന് തുടിയും പാട്ടും കേട്ടപ്പോ ഉണർന്നു. പിന്നെ ഉറം വന്നില്ല. ഇവിടെ നിന്ന് പുഴക്കരയിൽ തീ കായുന്ന കുട്ടികളെ നോക്കി അസൂയപ്പെടുകയായി. മുതിർന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അവർ നേടിയിരിക്കും. കുട്ടിക്കാലത്ത് അമ്മയും അമ്മായിയും തിരുവാതിര കുളിക്കുമ്പോൾ മേൽക്കരയിൽ തീ കാഞ്ഞിരുന്ന ഓർമ്മയുണ്ട്. അത് മതി. പിന്നെ ഭാഗ്യ ആരെങ്കിലും ആവട്ടെ, ഭാഗ്യ പറ്റുള്ളൂ. എന്താണ് ചേട്ടന്റെ ഭാര്യ? എന്താ ചേട്ടാ ചേട്ടന്റെ ഭാര്യ? എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയാലോ, നിന്റെ ഏട്ടന്റെ മകളാ ബിന്ദു, നിന്റെ ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞില്ലേ? മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞത് നേരാണ്. അതേ രാജു, ബിന്ദു എന്റെ മകളാണ്. അവളെ
മരിച്ചത് ഞാനും. നുണ. ബിന്ദുവിന്റെ അമ്മ മരിച്ചുപോയി. എന്നിട്ടും ജീവിച്ചിരിക്കുന്നു. സിന്ധു, നീയുണ്ടോ ഇവിടെ ഗൂഢാലോചനയിൽ? അങ്ങയുടെ ഈ സ്നേഹമാണ് എനിക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ പരിപാടി ഉപദേശക സമിതി അംഗമായിരുന്നു പ്രേം നസീർ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത പൊതുപരിപാടികളിലൊന്ന് ദൂരദർശൻ സംഘടിപ്പിച്ച ഒരു സെമിനാറായിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ സംസ്ഥാന മന്ത്രിയുടെ പദവിയുണ്ടായി. നിങ്ങളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അത്തരം പ്രതി അത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഈയിടെ നടന്ന കന്നഡ ചലച്ചിത്രോത്സവത്തിലും പ്രേം നസീറിനെ ആദരിക്കുകയുണ്ടായി. കന്നഡത്തിലുള്ള ആളുകളും തമ്മിൽ അടുത്ത് അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി തന്ന കേരള സർക്കാരിനും കന്നഡ സർക്കാരിനും രോഗബാധിതനായി മദ്രാസിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീ പ്രേം നസീർ വിമാനത്താവളത്തിൽ നിന്ന് വിജയ് ഹാളിലേക്കുള്ള യാത്രാമധ്യേ വഴിയുടെ ഇരുവശങ്ങളിലും അന്തരിച്ച പ്രിയപ്പെട്ട കലാകാരനുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ പതിനായിരങ്ങൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. രാജ്യാന്തരത്തിൽ കീർത്തിധാവള്യം പരത്തിയ പ്രിയപ്പെട്ട മകന്റെ ദേഹം നിറകണ്ണോടെ എതിരേൽക്കുന്ന മലയാള നാട്. പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പ്രേം നസീറിന്റെ മൃതദേഹം 1 മണിക്കൂർ നേരം വിജയ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മണ്ഡലങ്ങളിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ശ്രീ നസീറിന് ആദരാഞ്ജലി അർപ്പിച്ചു. നാല് പതിറ്റാണ്ടുകാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കിയ ഉജ്ജ്വല താരം കുലിനി. മലയാള സിനിമാ ലോകത്ത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് തൊടുന്നതെല്ലാം പൊന്നാക്കാൻ പോകുന്ന ആ കലാനൈപുണ്യം മലയാള ചലച്ചിത്ര ലോകത്തിന് വസന്തൈശ്വര്യങ്ങൾ ചൊരിഞ്ഞു. ഒന്നല്ല, 37 വർഷക്കാലം. 700-ൽ പരം ചിത്രങ്ങളിലൂടെ വിശ്വ ചലച്ചിത്രവേദിയിൽ ചരിത്രം കുറിച്ച അഭിനയ പ്രതിഭ. ഇതിനകത്ത് നിൽക്കുന്ന ഒട്ടേറെ സുഹൃത്തുക്കൾ ആരോടുമുള്ള പ്രത്യേക നിർദ്ദേശമല്ല, ഈ അവസരം പാളയത്തെ പരിപൂർണമായി നിശബ്ദത പാലിക്കണമെന്ന് ഈ കലാകാരനിലൂടെ പ്രതിഫലിച്ച പ്രോജ്വലിച്ച ഈ നാടിന്റെ യശസ്, സംസ്കാരം, സാന്ദ്ര സന്തോഷം എന്നെന്നും കാലദേശാതീതമായിരിക്കും. എല്ലാം പോയി, എനിക്കിനി ആരുമില്ല. ഞാൻ അനാഥമായി പോയി, ആരുമില്ലാത്തവനായി.
ഈ അവസരത്തിൽ എന്ത് പറയാനാണ്? എനിക്ക് എന്റെ ജീവിതത്തിലെ എല്ലാമായിരുന്നു എന്റെ മകൾ കനകശ്രീ മരിച്ചിട്ട് 90 ദിവസം തികഞ്ഞില്ല. അതിനിയും 1 മാസത്തോളം വേണ്ടി വരും. അതിനിടയ്ക്ക് എന്റെ മകനെയും വിദ്യാഭ്യസിച്ചു. സിനിമയിലും എന്റെ മൂത്ത മകനായിരുന്നു നസീർ. അദ്ദേഹമാണ് ആദ്യം സിനിമയിൽ എന്നെ അച്ഛാന്ന് വിളിച്ചത്. എന്റെ മകള് എന്നെ അച്ഛാന്ന് വിളിച്ചതിൽ കൂടുതൽ നസീർ എന്നെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെ ബാപ്പായെന്ന് വിളിച്ചതിൽ കൂടുതൽ എന്നെ അദ്ദേഹം അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. എന്നോട് ഒരു അച്ഛനോടുള്ള കടപ്പാടും ബഹുമാനവും ആദരവും സ്നേഹവും ഭക്തിയും അദ്ദേഹം കാണിച്ചിരുന്നു. ഈ ഇടയ്ക്ക് എന്റെ മകൾ മരിച്ചപ്പോൾ അന്ന് തോരാതെ കരഞ്ഞ് 3 മണിക്കൂറോളം സമാശ്വസിപ്പിച്ചിട്ട് പോയിട്ട് ഇന്നേക്ക് കുറച്ചു നാളുകളെ ആയുള്ളൂ. അതിനു മുമ്പ് ദൈവാദ്ദേഹത്തിന്റെ പ്രാണാഭേദിച്ചു. എനിക്ക് എന്റെ മകളും പോയി, എന്റെ മകനും പോയി. ഞാൻ അദ്ദേഹത്തിനെ പറ്റി എന്ത് പറയാനോ? 12 വർഷത്തെ പരിചയമില്ല ഞങ്ങൾക്കുള്ളത്. 35 വർഷത്തെ പരിചയം. എന്റെ സ്വന്തം സഹോദരൻ മരിച്ചാൽ എനിക്ക് ദുഃഖമില്ല. അതൊന്നും പറയണം. എന്റെ സ്വന്തം ബ്ലഡിൽ പിറന്ന എന്റെ സഹോദരനുണ്ടല്ലോ, ആ മനുഷ്യൻ മരിച്ചാൽ എനിക്ക് ദുഃഖമില്ല. ഞാനൊരു 10-30 പടം മനുഷ്യനെ ചെയ്തിട്ടുണ്ട്. ആരെയും വെറുപ്പിക്കാതെയും ഒരു മനുഷ്യനെ അദ്ദേഹം വെറുപ്പിച്ചിട്ടായി എന്റെ ഓർമ്മയില്ല. നിങ്ങൾ പോകാത്ത സ്ഥലമില്ല, താമസിക്കാത്ത സ്ഥലമില്ല. ഇത്രയും ഒരു ഹിന്ദു പറയാനൊന്നും പറയാനില്ല എനിക്ക്. ഞാനും അടൂർ ഭാസിയും നസീറും ഒരുമിച്ചാണ് ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുൻ നായിക ഷീല കഴിഞ്ഞാൽ ഇത്രയും വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യന് ഇനി കേരളം പ്രസവിക്കണമെങ്കിൽ ഒരു 100 കൊല്ലമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ ഇനി മറ്റൊരു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഉണ്ടാവാൻ 500 കൊല്ലമെങ്കിലും കാത്തിരിക്കണമെന്ന് ഒരു മഹാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഒരു നല്ല സ്നേഹിതൻ എന്നുള്ള നിലയ്ക്ക് ഐ ലാസ്റ്റ് എ ഫ്രണ്ട് ഇൻ മീ. ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും. കൂടുതൽ പാടിയിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവസാനമായിട്ട് കണ്ടത് നവംബർ 24 ഞാൻ അദ്ദേഹം കൂടെ ഒന്നിച്ച് ഡൽഹിയിൽ നിന്ന് മദ്രാസിലേക്ക് യാത്ര ഉണ്ടായിരുന്നു. അതാണ് അവസാനമായിട്ട് കണ്ടത്. പിന്നെ പഴയ ഓർമ്മകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞിട്ടില്ല. മിക്കവാറും ചില മരണങ്ങൾക്ക് എനിക്ക് സംബന്ധപ്പെടാൻ ഒത്തിട്ടില്ല. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഇതെന്തെന്നറിയില്ല, എങ്ങനെയോ കൊച്ചിയിലുണ്ടാവുകയും ഇന്നത്തെ കാലത്ത് ഫ്ലൈറ്റിന് ഞാൻ മദ്രാസിൽ പോകണ്ട, ആ ഫ്ലൈറ്റ് താമസിക്കുകയും അതുകൊണ്ട് എനിക്കിതിന് സഹകരിക്കാനും അപ്പം എന്തോ ഒരു ബന്ധം, പൂർവ്വജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇതിന് പങ്കെടുക്കാനും നമ്മുടെ ദുഃഖം കൂടെ പറയാനുള്ള ഇത് ഇടയായി. നസീർ അദ്ദേഹവും ഞാനുമായിട്ട് 35 കൊല്ലത്തെ പഴക്കമാണ് എനിക്കുള്ളത്. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീറിന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. അദ്ദേഹം ആദ്യത്തെ മലയാള സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പുവിന്റെ നായകനായിരുന്നു. ആദ്യത്തെ 70M ചിത്രം പടയോട്ടം അതിന്റെ നായകനായിരുന്നു. എന്റെ ചിത്രം 3D കുട്ടിച്ചാത്താൻ അത് അദ്ദേഹം തന്നെയാണ് കമന്ററി പറഞ്ഞ് ഓപ്പൺ ചെയ്തിരുന്നത്. എന്റെ ഈ 35 കൊല്ലത്തിന്റെ പരിചയത്തിനിടയിൽ ഒരിക്കലും അദ്ദേഹം കറുത്ത മുഖത്തോടുകൂടി ആരോടും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും എല്ലാവരുടെയും അമോദയുടെയും ആദരാജ്ഞകൾ അർപ്പിക്കുന്നു. സിനിമാ ലോകത്ത് ഒരു അതികായനാണ് ശ്രീ പ്രേം നസീറിന്റെ നിര്യാണം മൂലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്രയേറെ കാലം, ദീർഘകാലം സിനിമാ രംഗത്ത് പ്രശോഭിച്ചിരുന്ന ഒരു നടൻ ശ്രീ പ്രേം നസീറിനെ പോലെ അധികമില്ല. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ
അനുശോചനം രേഖപ്പെടുത്തുന്നു. മലയാള സിനിമാ രംഗത്തിന് പ്രത്യേകിച്ച് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് പ്രേം നസീറിന്റെ നിര്യാണം മൂലം. ഒരു സിനിമാ നടൻ എന്നുള്ളതിലുപരിയായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകുകയും അതിൽ സജീവ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിനാകെ ഒരിക്കലും നികത്താനാകാത്ത ഒരു നഷ്ടമാണ് പ്രേം നസീറിന്റെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. എന്നും അദ്ദേഹം മലയാള സിനിമയിലൂടെയും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൂടെയും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടിക്കാലത്ത് ആരംഭിച്ച പ്രേം നസീറുമായിട്ടുള്ള അടുപ്പം അവസാന നാളുകളിൽ രാഷ്ട്രീയ രംഗത്ത് സഹപ്രവർത്തകനുള്ള അടുപ്പത്തിലാണ് എത്തിച്ചേർന്നത്. നസീറിന്റെ മരണം വിശ്വസിക്കാനാവാത്ത സാഹചര്യത്തിലാണ്. ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ നസീറിനെ പോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരാളില്ലായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത എനിക്ക് ആദ്യം പുലർച്ചയ്ക്ക് ശ്രീ തലേക്കുന്നിൽ ബഷീർ വിളിച്ചു പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. മലയാള ചലച്ചിത്ര ലോകം ഉള്ള കാലത്തോളം കേരളത്തിലെ ജനങ്ങൾ നസീറിനെ ഓർക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചത് ഇണപ്രാവുകളായിരുന്നു. അതില് ഒരു ഹീറോ നസീർ സാറായിരുന്നു. ആദ്യം ഷൂട്ടിംഗ് അദ്ദേഹത്തെ കൂടെ ആയിരുന്നു. അന്ന് എനിക്ക് ഒട്ടും മലയാളം അറിയില്ലായിരുന്നു. പക്ഷേ നസീർ സാർ അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല. ഭാഷ അറിഞ്ഞില്ലെങ്കിലും ഭാവനയാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ശാരദ പേടിക്കാതെ അഭിനയിച്ച വളരെ കുറച്ച് സമയത്തിൽ ശാരദ നല്ല ഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എത്രയോ പ്രോത്സാഹിച്ച ഒരു നടനായിരുന്നു. ഇന്ന് നസീർ സാർ എത്രയും നല്ല ആർട്ടിസ്റ്റാണ്. ഒരു റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു നടനാണ്. പക്ഷെ അതിന് കൂടുതൽ എനിക്ക് പറയാൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കുറച്ച് മൂടിയായിരിക്കും. പക്ഷെ സാറോടെ ഞാൻ കുറഞ്ഞ 40 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എന്നും സാറ് അങ്ങനെ ഒരു മൂടിയായിട്ടോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ സാറ് എത്രയോ സഹായിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർ കൂടെ അറിയാതെ എത്രയോ ദാനം ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേം നസീറിന്റെ നിര്യാണ വാർത്ത അത്യന്തം ഖേദത്തോടുകൂടിയും ഞെട്ടലോടുകൂടിയുമാണ് ഞാൻ കേട്ടത്. ശ്രീ നസീറിനെ ദീർഘകാലമായി എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പരിചയപ്പെടാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വലിയ ഉത്സാഹശീല ഉള്ളയാളും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചുള്ളയാളുമാണ് ശ്രീ നസീർ. 3 ദശാബ്ദക്കാലം മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു അപൂർവ പ്രതിഭാസമായി പ്രശോഭിച്ചിരുന്ന ശ്രീ പ്രേം നസീർ കഥാവിശേഷനായ വിവരം ഞാൻ ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. മലയാള ചലച്ചിത്രത്തിലെ നിത്യ ഹരിത നായകൻ എന്ന വിഖ്യാതി അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നു. അനേക വേഷങ്ങളിലും അനേക സംവിധായകരുടെ കീഴിലും അനേകം നായികമാരോടൊപ്പം അഭിനയിച്ച ശ്രീ നസീർ കലാലോകത്തിന്റെ ഹരമായി തീർന്നുവെന്ന് വിശേഷിപ്പിക്കുന്നതിൽ അശേഷം അതിശയോക്തിയില്ല. കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് പ്രേം നസീർ എന്റെ കൂടെ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മക്കളിലും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും സത്യത്തിൽ എനിക്ക് പ്രേം നസീറിനോടുണ്ട്. അവസാനമായിട്ട് ഞാൻ കാണുന്നത് അംബികയുടെ കല്യാണ സ്ഥലത്ത് വെച്ച്. അതിനുശേഷം കാണാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് അസുഖമാണെന്നും 2 ദിവസത്തിന് മുമ്പ് അറിഞ്ഞതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും അഭിനയത്തെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒരു നല്ല മനുഷ്യൻ, നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യൻ, സ്നേഹസമ്പന്നമായ ഒരു മനുഷ്യൻ, കലാലോകത്തിനും അല്ലാത്തവർക്കും എല്ലാ രംഗങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആരെയും ഉറപ്പിക്കാത്ത ഒരു നല്ല മനുഷ്യൻ നഷ്ടമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓർമ്മിക്കാനും ഹൃദയത്തിലേക്ക് ലാളിക്കാനും
അനേകം സ്മരണകളുടെ തേൻതുള്ളികൾ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. അവസാനമായി അദ്ദേഹം എഴുതിയ ലേഖനവും എന്നെക്കുറിച്ചാണ്. എന്റെ എഴുതാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒടുവിൽ കണ്ടത് ദൂരദർശന്റെ ഉപദേശക സമിതി കനകക്കുന്നിൽ സമ്മേളിച്ച അവസരത്തിലാണ്. അന്നും ദീർഘനേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്റെ വീട്ടിലും വന്നിരുന്നു. അതിന് ഏതാനും ദിവസം മുമ്പ് ഞങ്ങൾ കടക്കല് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഒന്നിച്ച് സംബന്ധിക്കുകയും ചെയ്തു. അവസാനത്തെ കൂടിക്കാഴ്ച അതായിരുന്നു എന്ന് അന്ന് തെല്ലും കരുതിയില്ല. ഒരു കൊളീഗ് അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ഒരു ചലച്ചിത്ര നടൻ എന്നതിലുപരി വളരെയേറെ വ്യക്തിബന്ധങ്ങൾ എനിക്ക് പ്രേംനസീർ സാറുമായിട്ടുണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ചിത്രം മുതൽ അവസാനം ഞങ്ങൾ ഒന്നിച്ച കടപ്പനാടൻ അമ്പാടി വരെയുള്ള ചിത്രങ്ങളിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒരു സഹനടൻ എന്നതിലുപരി വളരെയേറെ ഒരു സുഹൃത്തും എല്ലാ പ്രോത്സാഹനങ്ങളും സാർ എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച അവസാനത്തെ ചിത്രം കടപ്പനാടൻ അമ്പാടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അഭിനയത്തിൽ നിന്ന് പിന്മാറുന്നതല്ല, ഏതാനും ചുരുക്കം ചില ചിത്രങ്ങളെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ധ്വനി എന്നുള്ള ചിത്രത്തിന് ശേഷം ഒരു ചിത്രം സംവിധാനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ആ ചിത്രത്തിൽ അഭിനയിക്കാൻ പരാജയപ്പെട്ടത്. ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എസ് സാറ് ഇപ്പോഴും ടിക്കറ്റിൽ നിന്ന് കാണുന്ന ഒരു വലിയ സിനിമയാണ്. പല സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്ഫോടനം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ മേടിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ വന്ന് സംസാരിച്ചു. കണ്ടിട്ട് എല്ലാ ആശീർവാദങ്ങളും ഒരുപാട് പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പുതിയുണ്ട്. പിന്നെ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ പടം പടയോട്ടം, അതില് അദ്ദേഹം നായകൻ ഞാൻ ഒരു വലിയ പടം വിളിച്ചു. എപ്പോഴും നല്ല ഓർമ്മ സ്റ്റണ്ട് സീനിൽ എൻ്റെ വാള് വെച്ച് ഉറുമി വെച്ച് കയറ്റി ഇദ്ദേഹം പറയുന്ന ക്ലോസപ്പ് എടുക്കണം. ഈ ക്ലോസപ്പ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ എനിക്ക് 2 ഭാഷയുണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം സ്റ്റണ്ട് മാസ്റ്റർ മാറി വെക്കാൻ പറഞ്ഞിട്ട് വാള് വാങ്ങിച്ച് അദ്ദേഹം തന്നെ ക്ലോസപ്പ്, അദ്ദേഹം ഹോട്ടലില്ല, പക്ഷെ ക്ലോസപ്പിൽ എൻ്റെ മുഖത്ത് കൊള്ളാതെ അദ്ദേഹം ആ ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അടിപൊളിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലം ചേർത്തി ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കണ്ടാൽ അദ്ദേഹത്തെ നിർമ്മാണിച്ചു പോകുന്നൊരു വലിയ വ്യക്തിപ്രഭാവം എസ് സാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ജനസമ്മതനാണ്. മലയാള സിനിമയുടെ മാർഗദർശിയും വഴികാട്ടിയുമായിരുന്നു ശ്രീ നസീർ സാർ. അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയും പ്രവർത്തന രീതിയും എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും കണ്ട് പഠിക്കേണ്ടതാണ്. എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ശ്രീ നസീർ. ശ്രീ നസീറിന്റെ നഷ്ടം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ജനതയുടെ മുഴുവൻ നഷ്ടമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു പ്രഹരമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കാരണം ഞാനും അദ്ദേഹവും ചെറുപ്പകാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന് സിനിമ സ്വപ്നം കൊണ്ട് വളർന്നവരാണ്. ഞങ്ങൾ എന്തൊക്കെ ചെയ്തു. പക്ഷേ ഇത്ര ഒരു 40 കൊല്ലത്തോളം കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനെ കൗതുകപൂർവ്വം നോക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിലുള്ള ഏറ്റവും വലിയ മഹത്വമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിനും നിത്യശാന്തി ഞാൻ നേടുക എന്നുള്ളത് എനിക്ക് പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പേ ഞാൻ പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് ഈ ദുർവിധി വന്നതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ചിത്രരംഗത്ത് ഒരു കാലഘട്ടത്തിന്റെ നായകനായിരുന്ന ശ്രീ പ്രേം നസീർ പാട്ടുകൾക്ക് ലിബൂമെന്റ് കൊടുത്തതുമാതിരി ഇന്ന് ഇന്ത്യയിൽ ഇതുവരെ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹം പാടി അഭിനയിച്ച ഗാനങ്ങളെല്ലാം തന്നെ അതിന് തന്മയത്വമായി മനോഹരമായി ലിബൂമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗാനങ്ങളെയെല്ലാം അനശ്വരമാക്കി തീർത്തിട്ടുമുണ്ട്. അദ്ദേഹം നമുക്കൊരു തീരാ നഷ്ടമാണ്.
അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേരുന്നു. പ്രശസ്ത കലാകാരനായ പ്രേം നസീറിന്റെ അവിചാരിതമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അന്ത്യം കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയിരുന്നു. KSFDCക്കും അതിന്റെ പ്രവർത്തകർക്കും അത്യഗാധമായ ദുഃഖം. ഞാൻ പ്രതിനിധീകരിക്കുന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനം ഇവയെല്ലാം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രേം നസീറിന്റെ കലയെ സംബന്ധിച്ചും മറ്റും ചില വിവാദങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം അവിസ്മരണീയമാണ്. 2 തലമുറക്കാലം കേരളത്തിന്റെ ഹരമായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വീരപുരുഷനായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സ്ത്രീ പുരുഷന്മാരുടെയും കലാരസികന്മാരുടെയും ജനങ്ങളുടെയും ആരാധനാപാത്രമായ പ്രേം നസീറിന്റെ ഈ ആകസ്മികമായ വിയോഗം നമ്മെ എല്ലാം ദുഃഖത്തിലാഴ്ത്തുന്നു. ഇതിന് പകരം വയ്ക്കാൻ ഒരാൾ ഇനി എന്നുണ്ടാകും എന്ന് തീർച്ചയില്ല. ഇറ്റ് വാസ് റിയലി എ ഷോക്കിംഗ് ന്യൂസ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ദൂരദർശൻ ന്യൂസ് പറഞ്ഞപ്പോഴാണ് സാറ് സുഖമില്ലാതിരിക്കുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത്ര സീരിയസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് എന്താണെന്ന് വെച്ചാൽ എന്നും കാണുമ്പം എവർഗ്രീൻ ഹീറോമാർ എല്ലാ പടത്തിലും കാണുമായിരുന്നു. ആ ഒരു ചിത്രമായിരുന്നു മനസ്സിൽ. ആ ചിത്രം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് വർക്ക് ചെയ്യാൻ വളരെ നല്ലതായിരുന്നു. വർക്ക് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളും എൻകറേജിങ്ങും. എനിക്കറിഞ്ഞൂടെ ഇനി എന്താ പറയണ്ടെന്ന്. ഈ നാട്ടിലും എനിക്കും പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിന് ഇന്നത്തെ ഉദയം ആശാഭംഗവും ദുഃഖകരവുമായിരുന്നു. ആവിയുടെ മനസ്സും അതിന്റെ വിസ്തീർണവുമുള്ള മനസ്സിന്റെ ഉടമയായ ആ വെള്ളി നക്ഷത്രം പൊലിഞ്ഞു. ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്നു നാട്ടിനും നാട്ടുകാർക്കും. കഴിഞ്ഞകാല മലയാള സിനിമയുടെ ചരിത്രത്തിലെ നടുനായകനാണ് ശ്രീ പ്രേം നസീർ. പ്രേക്ഷകർക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ഇത്രയേറെ മാന്യത ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തടൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ്. നസീറിന് എല്ലാവരോടും സ്നേഹമായിരുന്നു. എല്ലാവർക്കും നസീറിനെയും സ്നേഹമായിരുന്നു. ഇത്രയധികം സ്നേഹം പങ്കുവച്ച ഒരു കലാകാരൻ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയധികം സ്നേഹം പങ്കുവച്ച മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാടിൽ ദുഃഖിപ്പിക്കുന്നത്. അദ്ദേഹം നല്ല കലാകാരനായിരുന്നു. പക്ഷേ അതിലുപരിയായിട്ട് ഒരു നല്ല കലാകാരന് ഒരു നല്ല മനുഷ്യനാവാൻ സാധിക്കും എന്ന് തെളിയിച്ച വലിയൊരു വ്യക്തിയായിരുന്നു. നസീറിന്റെ വേർപാടിൽ ഒരു സഹോദരന്റെ വേർപാടിൽ എന്ന പോലെ ഞാൻ ദുഃഖിക്കുന്നു. എനിക്കൊന്നും തന്നെ പറയാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആ രീതിയിലായിരുന്നു. അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ മദ്രാസിലെത്തി. അദ്ദേഹത്തിനെ കണ്ടു. ഒരു സെക്കൻഡ് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ തന്നെ കണ്ണു തുറന്നു. ആസേ ഇപ്പൊ വന്നു എന്ന് ചോദിച്ചു. എന്റെ ഹൃദയം തകർന്നുപോയി. പിന്നീട് സംസാരിച്ചില്ല. എന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ശബ്ദിച്ചു. അത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു വളർന്നു, ഒന്നിച്ചു രംഗത്ത് പ്രവർത്തിച്ചു. അനേകം പ്രശസ്തനായി ചിറകിന്റെ അഭിമാനഭാജനമായി കേരളത്തിന് തന്നെ ഇത്രയേറെ സഹിഷ്ണുതയുള്ള, ഇത്രയേറെ മനുഷ്യസ്നേഹമുള്ള, ഇത്രയേറെ ക്ഷമയുള്ള ഒരു സുഹൃത്തിനെ പറ്റി ഓർമ്മിക്കാൻ സാധിക്കുന്നത്. 25 വർഷക്കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമാണ്. അവിടെ കുറച്ച് ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 4-5 സിനിമകൾ. പക്ഷേ അതൊക്കെ ഉപരിയായി ഒരു ദീർഘകാലത്തെ പരിചയബന്ധം ഞങ്ങളുണ്ടായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭംഗിയാക്കല്ലാതെ തന്നെ പറയാൻ ഒരു തരത്തിലും നികത്താനാകാത്ത ഒരു നഷ്ടം, തീരെ അപ്രതീക്ഷിതമായ ഒരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സിനിമാ പറവാട്ടിന്റെ ഒരു കാരണവരാണ് ഇന്ന് വെളുപ്പിന് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിന്റെ വേദനയിൽ നിന്ന് സത്യം പറയാൻ ഞങ്ങളാരും വിമുക്തമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തലമുറ
സംവിധായകരും ആദ്യം സംവിധാനം അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ അഭ്യസിച്ചിട്ടുള്ളത് ശ്രീ നസീറിന്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ടാണ്. മലയാള സിനിമയിൽ ശ്രീ പ്രേം നസീറിന്റെ ജീവിതവും സംഭാവനയും ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഇതിഹാസമായി അവശേഷിക്കും. തൊഴിലിനോടുള്ള ആത്മാർത്ഥത, സഹപ്രവർത്തകരോടുള്ള ആദരവ്, അങ്ങനെ എല്ലാവരും പറയുന്ന ഒട്ടനവധി ഗുണഗണങ്ങളുടെ വിളനിലമായിരുന്നു ശ്രീ പ്രേം നസീർ. ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങിച്ചിട്ടുള്ള അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശ്രീ നസീർ. അതികായനായ സാംസ്കാരിക നായകൻ ആകസ്മികമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വ്യക്തിപരമായൊരു വലിയ സ്വകാര്യ ദുഃഖവും കൂടിയാണ്. എന്റെ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരു വലിയ ശക്തി കേന്ദ്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെന്റെ മനസ്സിൽ ഒരു സ്വകാര്യ ദുഃഖമായി സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. വാക്കുകൾ പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളെന്നാണിത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലമായി മലയാള സിനിമയുടെ ഭാഗധേയം ഉന്നയിച്ച വളരെ പ്രശസ്തനായ കലാകാരൻ ശ്രീ പ്രേം നസീർ വളരുന്ന മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശക്തമായ ഒരു അടിത്തറ സൃഷ്ടിക്കുന്നതിൽ വളരെ മൗലികമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പുതിയ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രേം നസീറും സത്യൻ മാഷും ഒക്കെ കെട്ടിപ്പടുത്ത ആ സിനിമാ സംസ്കാരത്തിന്റെ അടിത്തറ, അതിന്റെ ഭദ്രതയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭദ്രമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ സിനിമയുടെ ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, ഏത് കാലഘട്ടത്തിൽപ്പെട്ട കലാകാരന്മാരാണെങ്കിലും ഈ പൂർവ്വസൂരികളോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ആ കടപ്പാടിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വളരെ കാലം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവും ഇല്ല. ആദ്യം സിനിമയിൽ ഒന്ന് അദ്ദേഹം ആർട്ടിസ്റ്റായിട്ട് ഞാൻ സ്റ്റുഡിയോ മാനേജറായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളെ ബന്ധം ഒരു സഹോദരനെ പോലെയാണ്, അല്ലെങ്കിൽ സ്നേഹനെ പോലെയാണ്. ശരിക്കും സിനിമ ഇൻഡസ്ട്രിയുടെ ആസാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള അംഗത്തെ പോലെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ട്. അദ്ദേഹത്തിന് അന്നും വാസ്തവത്തിലും ഇന്ത്യക്ക് തന്നെ ഒരു വലിയ നഷ്ടമായിട്ടാണ് ഞങ്ങളുടെ. பொதுவாக சினிமாவில் நமக்கு மசார மாதிரி ஒரு நல்ல ஆள் கிடைக்கிறது ரொம்ப கஷ்டமான பிரச்சனை. எல்லாருக்கிட்டுமே ரொம்ப அன்பா போகும், யாருடைய மனசுல வர அளவுக்கு நடக்கிறது. அவருடைய இழப்பு இதெல்லாம் ரொம்ப வேதனையாக இருக்கு. எங்கள் ஆளுகள்லாம் ரொம்ப வேதனைப்பட்டு அவருக்கு மனமார்ந்த வருத்தம் தெரிவிச்சுக்கிறோம். ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നസീർ സാർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ട്. എനിക്ക് അദ്ദേഹത്തെ അടുത്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹത്തിനെ പരിചയപ്പെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളായിരിക്കും. അദ്ദേഹം മരിച്ചു, എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വരും. ആ 2 ചിത്രങ്ങളിൽ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. അതിൽ ഉണ്ണിത്താൻ കഥാപാത്രം ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ഒറ്റ ഉപദേശം മാത്രമേ, സിനിമാ രംഗത്ത് കലാപരമായ ഔന്നത്യം എന്നതിലുപരിയായിട്ട് പെരുമാറ്റത്തിലെ അച്ചടക്കത്തിൽ ഇത്രയും നിയന്ത്രണം പുലർത്തിയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം മാത്രമായിരുന്നു. ഒരേ ഒരു കാര്യം, കലാകാരന്മാരും പത്രപ്രവർത്തകരും തമ്മിലുള്ള ശണ്ട ഉണ്ടാകുമ്പോൾ എപ്പോഴും പറയാറുള്ള അദ്ദേഹനോട്, കലാകാരൻ എന്ന് പറയുന്നത് കൂട്ടിലിട്ട സംഘമാണ്. ആര് നമുക്ക് പ്രയോജനം ഉണ്ടാക്കത്തക്ക എന്തെഴുതിയാലും നിശബ്ദത പാലിക്കുക കലാകാരന്റെ മൗലികമായ ഭാഷയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെട്ട വലിയ ദുഃഖമാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മലയാള സിനിമയുടെ ആദരണീയമായ വ്യക്തിത്വമാണ് നസീർ സാറിന്റെ നിര്യാണത്തിലൂടെ മലയാളത്തിൽ നഷ്ടമായത്. സിനിമയെക്കുറിച്ച് ഓർമ്മിക്കുവാനും സിനിമ കാണുവാനും തുടങ്ങിയപ്പോൾ കാലം മുതൽ മനസ്സിൽ മായാതെ മങ്ങാതെ നിന്ന വ്യക്തിത്വമാണ് നസീർ സാറിൻ്റെത്. നസീർ സാറുമായി കഴിഞ്ഞ 10 വർഷത്തെ വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ
അങ്ങേറ്റത്തെ ദുഃഖം ഈ വേർപാടിലൂടെ ഞാൻ അനുഭവിക്കുകയാണ്. ഹൃദയം വാചാലമാകുമ്പോൾ നാവ് മൂകമാകും എന്നുള്ള കവിവചനം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നസീർ സാറിന് തുല്യൻ നസീർ സാർ മാത്രമാണ്. ഫിലിം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലും അതുപോലെ തന്നെ ദൂരദർശന്റെ ഉപദേശ സമിതിയിലുമൊക്കെ നസീർ സാറിനോടൊപ്പം ഔദ്യോഗികമായി വളരെ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ മനുഷ്യന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും നസീർ സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുവാനും മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഏതാണ്ടൊരു 40 കൊല്ലക്കാലത്തെ പരിചയമുണ്ട്. എൻ്റെ അയൽവാസിയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനും വാകർശിയും അഭ്യുദയകാംക്ഷിയും എല്ലാമായിരുന്നു. ഒരു കോളേജ് പ്രൊഫസറായി മാത്രം അറിയപ്പെടുമായിരുന്ന എന്നെ അദ്ദേഹം ഒരു സാഹിത്യകാരനാക്കി. മദ്രാസിൽ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ലീവെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചു. പിന്നീട് പ്രശംസ കോളേജ് പ്രൊഫസറായി. അവിടുന്ന് ഇപ്പോൾ നെയ്യൂർ വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഉറ്റ സൗഹൃദം എന്നെ എല്ലാ വഴിക്കും നയിച്ചു. അദ്ദേഹം ഒരു നടനായിരുന്നില്ല. ക്യാമറയുടെ മുന്നിൽ മാത്രമേ അദ്ദേഹം അഭിനയിക്കുമായിരുന്നുള്ളൂ. ക്യാമറയ്ക്ക് പിന്നിൽ മഹാനടനായിരുന്നില്ല അദ്ദേഹം മനുഷ്യയായിരുന്നു, പച്ചയായ മനുഷ്യൻ. ഇത്രമാത്രം മാനുഷികത ഉള്ളടക്കിയിരിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടും കണ്ടും പരിചയമുള്ളത് നസീർ സാറിനെയാണ്. ഇപ്പം നസീറിനാണെങ്കിലും ഞങ്ങളെല്ലാം നസീർ സാറിനാണ് വിളിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പുള്ളിയായിട്ട് അഭിനയിക്കണമെന്ന്. 2-3 പടങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. ഒരു മാർഗദർശിയും വഴികാട്ടിയും ഞങ്ങളുടെ എല്ലാമായിരുന്ന ശ്രീ പ്രേം നസീറിനെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞാൻ ഒരു സിനിമാ നടൻ എന്ന നിലയിലും ഒരു സിനിമ ആസ്വാദന നിലയിലും എല്ലാത്തിലും ഉപരി ഒരു മലയാളി എന്ന നിലയിലും അതേതമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളും. നമ്മുടെ മലയാള നാട്ടിന്റെ അഭിമാന സ്തംഭവുമായ നമ്മുടെ സഹോദരൻ പ്രേം നസീർ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാട് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നഷ്ടവും കൂടെയാണ്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു വലിയ ദൈവവിശ്വാസിയായിരുന്നു എന്നതാണ്. മലയാള ചലച്ചിത്ര വിഹായസിൽ കീർത്തിയുടെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും ശ്രീ നസീർ ജന്മനാടായ ചിറയൻകീഴിഞ്ഞ് മറന്നിരുന്നില്ല. പിറന്നു വീണ മണ്ണിലേക്ക് അവസാന യാത്ര.
സിനിമാ താരം എന്ന നിലയിൽ മാത്രമല്ല, ഉൽപ്പതിഷ്ണുവായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഉത്തമ മനുഷ്യൻ, സർവോപരി ഭാരതീയ സംസ്കാരത്തിൽ വിശ്വാസമർപ്പിച്ച കർമ്മധീരൻ എന്നീ വ്യത്യസ്ത നിലകളിൽ ആ വ്യക്തിത്വം പ്രഭചൊരിഞ്ഞിരുന്നു. വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ, ഭാവപ്പകർച്ചകളിലൂടെ ഈ കലാകാരൻ ജനലക്ഷങ്ങളെ പൊട്ടിക്കരയിച്ചിരിക്കുന്നു, പൊട്ടിച്ചിരിപ്പിച്ചിരിക്കുന്നു, ഹർഷപുളകിതരാക്കിയിരിക്കുന്നു. ഓർമ്മകളിലെന്നും ഈ മുഖമുദ്രയുണ്ടാവും. എങ്കിലും ഒരു നോക്കുകൂടി അവസാനമായി കാണുവാൻ. സിനിമാ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാല് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ നടനായകനക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു നോക്കും. ഈ സ്റ്റാർഡം ഈസ് നോട്ട് ദി ബെഡ് ഓഫ് റോസസ് എന്ന് പറയും. ഈ റോസാപ്പൂ വീഴ്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ആവശ്യമാണ്. അതൊക്കെ നമുക്ക് ഈ നിലയിൽ വരാം. Malayalam film world. His sudden demise is a great loss to Malayalam films. I deeply mourn his death.